തുറക്കണം, കഅബ തുറക്കണം. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ താക്കോലെടുത്ത് കയ്യിൽ വെച്ചിട്ട് തിരിഞ്ഞു നോക്കി. അബൂബക്കർ നിപ്പുണ്ട്, ഉമർ നിപ്പുണ്ട്, ഉസ്മാൻ നിപ്പുണ്ട്, അലി നിപ്പുണ്ട്. വീരവീര ശൂരപരാക്രമികളും ഉന്നത കുലജാതരുമായ തന്റെ പ്രിയപ്പെട്ട അനുയായികൾ നിപ്പുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, എവിടെ ബിലാൽ? ബിലാൽ എവിടെ? ബിലാലിനെ വിളിച്ചു. ബിലാൽ ഓടിക്കതച്ചു വന്ന്, എന്താ റസൂലല്ലാഹ്? പൊക്കം കുറഞ്ഞ മനുഷ്യൻ, ആ പത്തിരി പോലെ പരന്ന മൂക്കുള്ള മനുഷ്യൻ, ആ സ്പ്രിംഗ് പോലെ ചുരുണ്ട മുടികളുള്ള മനുഷ്യൻ, ആ കറുത്ത കരിക്കട്ടയുടെ നിറമുള്ള മനുഷ്യൻ അവിടെ നിന്ന് വന്നിട്ട് ആ ഇന്നത്തെ ഈ നാട്ടിലെ ഏറ്റവും കീഴ്ജാതിക്കാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവരെക്കാൾ എത്രയോ താഴെ ജീവിച്ചിരുന്ന മനുഷ്യൻ, അടിമയായിരുന്ന മനുഷ്യൻ അവിടെ നിന്ന് വന്നിട്ട് ചോദിച്ചു, എന്താ റസൂലല്ലാഹ്? എന്നെ വിളിച്ചോ? വിളിച്ചു. ഈ താക്കോലൊന്ന് പിടിച്ചേ. ബിലാൽ വിറയ്ക്കുന്ന കരങ്ങളോടെ താക്കോൽ പിടിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഈ വാതിൽ തുറക്കുക ബിലാൽ, ഈ വാതിൽ തുറക്കുക. ബിലാൽ ഞെട്ടിത്തരിച്ചുപോയി. എന്തായി പറയുന്നത്? എന്തായി പറയുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ 10,000-കണക്കിന് അനുയായികളുമായി ഈ ഐതിഹാസികമായ വിജയത്തിന്റെ ദിവസത്തിലെത്തിയപ്പോൾ ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും സംസ്കാരത്തിന്റെ കേന്ദ്രമായ, ലോകത്തെ മുഴുവൻ പ്രവാചകന്മാരുടെയും സംസ്കാരത്തിന്റെ നെറുകയായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പരിശുദ്ധമായ കഅബാലയം കീഴടക്കിയപ്പോൾ ആ കഅബാലയത്തിന്റെ വാതിൽ തുറക്കേണ്ടത് അള്ളാഹുവിന്റെ പ്രവാചകനല്ലേ? അവിടുന്ന് വാതിൽ തുറക്കേണ്ടതിന് പകരം തന്റെ അനുയായികളിൽ ഏറ്റവും താഴെയറ്റത്തുണ്ടായിരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനായ അടിമയായിരുന്ന ബിലാലിനെ വിളിച്ചിട്ട് പറയുകയാ, വാതിൽ തുറക്കാൻ. ബിലാൽ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് എന്താണ് പറയുന്നത്? അങ്ങ് വാതിൽ തുറക്കൂ നബിയെ. ഇല്ല ബിലാൽ, നീ വാതിൽ തുറക്കൂ. മഹാനായ പ്രവാചകൻ നിർബന്ധിച്ചപ്പോൾ ദയനീയമായിട്ട് ബിലാൽ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുകയാ. റസൂലുള്ള നിർബന്ധിക്കുകയാ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ബിലാൽ ആ വാതിലങ്ങ് തുറക്കുന്നു. തക്ബീർ നാദങ്ങളുടെ അകമ്പടിയോടെ വാതിൽ തുറന്ന്, വാതിലിൽ തുറന്നകത്തേക്ക് കയറി അവിടെ മൊത്തം മലീമസമാക്കിയിരുന്ന മുഴുവൻ സാധനങ്ങളും വിഗ്രഹങ്ങളും എടുത്ത് പുറത്തുവെച്ച് എല്ലാം കഴുകി വൃത്തിയാക്കി പരിശുദ്ധമായ കഅബാലയം ശുദ്ധമായി കഴിഞ്ഞു എന്ന് കണ്ടപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് വീണ്ടും ചോദിക്കുന്നു, ബിലാൽ എവിടെ? ബിലാൽ വരികയാ. ബിലാലിനോട് പറയുന്നു, ബിലാലേ, ഈ കഅബാലയത്തിന്റെ മുകളിലേക്കൊന്ന് കയറൂ ബിലാലേ. ആകാശഭൂമികളുടെ സംവിധായകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മഹാത്മ്യം ഉച്ചയിസ്തരം മുഴക്കുന്ന ബാങ്കിന്റെ നാദം ആ കഅബാലയത്തിന്റെ മുകളിൽ കയറി ഒന്ന് മുഴക്കൂ ബിലാലേ. ഇല്ല യാ റസൂലല്ലാഹ്, ഈ ചരിത്ര മുഹൂർത്തത്തിലെ വിജയപ്രഖ്യാപനം നടത്തേണ്ടത് ഈ ബിലാലാണോ? അങ്ങല്ലേ വിജയപ്രഖ്യാപനം നടക്കേണ്ടത്, അങ്ങല്ലേ വിജയപ്രഖ്യാപനം നടത്തേണ്ടത്. ഇല്ല ബിലാലേ, നീയാണ് വിജയപ്രഖ്യാപനം നടത്തേണ്ടത്. നബിയെ, അബൂബക്കർ സിദ്ദീഖ് നിപ്പുണ്ട്, ഉമറുൽ ഫാറൂഖ് നിപ്പുണ്ട്, അലിയുൽ മുർത്തദ നിപ്പുണ്ട്. എല്ലാവരിലേക്കും ബിലാൽ നോക്കുമ്പോൾ പറയുന്നു, ഇല്ല ബിലാൽ. തൊലിയുടെ നിറം കറുത്തുപോയതിന്റെ പേരില് ആ ഭീകരമായ മണലിന്റെ ചൂടിലിട്ട് ശരീരത്തിലെ ഓരോ നിമിഷങ്ങളിലും ശരീരത്തിന്റെ ഓരോ ഭാഗത്തും ചാട്ടവാറുകൊണ്ടാഞ്ഞടിച്ച് അടിയിൽ അതികഠിനമായ ചൂടുള്ള മണല്, ആ മണലിന്റെ ചൂടുകൊണ്ട് നഗ്നമായ ശരീരം വെന്തുരുകുമ്പോൾ നെഞ്ചത്ത് തിളയ്ക്കുന്ന പാറക്കല്ല് കയറ്റി വെച്ചപ്പോൾ, എന്നിട്ട് ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ ചാട്ടവാറുകൊണ്ടാഞ്ഞടിച്ചപ്പോൾ ആ അടികൊണ്ട് ശരീരത്തിലെ തൊലി ഇഞ്ചിഞ്ചായിട്ട് ആടിന്റെ തൊലി ഇരിഞ്ഞു മാറുന്നത് പോലെ ഇരിഞ്ഞിരിഞ്ഞ് തൊലി മാറുമ്പോൾ ആ നിമിഷം മുഴുവനും അല്ലാഹുവിന്റെ ഏകത്വത്തെപ്പറ്റി ഉച്ചയിസ്തരം ശബ്ദം മുഴക്കിക്കൊണ്ടിരുന്ന, ഏകത്വത്തെ ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്ന ബിലാലേ, നീ കയറൂ ബിലാലേ. കഅബാലയത്തിന്റെ മുകളിലേക്ക് കയറൂ ബിലാലേ. അവിടുന്ന് അല്ലാഹുവിന്റെ ഏകത്വത്തെ പ്രഖ്യാപിക്കൂ ബിലാലേ. പൊക്കം കുറഞ്ഞ ബിലാൽ കഅബാലയത്തിന്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി അപ്പടിയിലൊന്ന് ചവിട്ടാൻ കാലുവെക്കുമ്പോൾ തനിക്ക് പൊക്കം കുറവായതുകൊണ്ട് ചവിട്ടിക്കയറാൻ ബുദ്ധിമുട്ടായപ്പോൾ കൈ പിടിച്ചു കൊടുത്തു. ആരാണ് കൈവച്ചു കൊടുത്തത്? ലോകത്തെ സൃഷ്ടിക്കുന്നതിന് കാരണക്കാരനായ, അർശിനെ സൃഷ്ടിക്കുന്നതിന് കാരണക്കാരനായ, കുർസിനെ സൃഷ്ടിക്കുന്നതിന് കാരണക്കാരനായ, കലമിനെ സൃഷ്ടിക്കുന്നതിന് കാരണക്കാരനായ, പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടതിൽ ഏറ്റവും ഉത്തമനായ പ്രവാചകൻ, ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടതിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ, ഏറ്റവും ഉത്തമനായ വ്യക്തി, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും ആദ്യം സൃഷ്ടിച്ച സൃഷ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അതിനു മുമ്പ് മറ്റൊന്നും സൃഷ്ടിച്ചിട്ടില്ല മക്കളെ, അതിനു മുമ്പ് അല്ലാഹു മറ്റൊന്നും സൃഷ്ടിച്ചിട്ടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നില്ലേ, കുന്തു കൻസം മഖ്ഫിയാ ഫറത്തു അൻ ഉറഫാ ഫഖലഖ്തുൽ ഖൽഖാ ഫബിഅറഫൂനി. ഞാനൊരു മറയ്ക്കപ്പെട്ട നിധിയായിരുന്നു. ആർക്കെങ്കിലും സംശയമുണ്ടോ? പുസ്തകം കക്ഷത്ത് വെച്ചുകൊണ്ട് നടന്ന് പ്രസംഗം നടത്തുന്നവര് പറയാറുണ്ട്, അള്ളാന്റെ ഹബീബിന്റെ നൂറൊന്നുമല്ല ആദ്യം സൃഷ്ടിച്ചത്, ഇതൊന്നും അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ്, ഇതൊക്കെ വെറുതെ പറഞ്ഞ പഴഞ്ചൻ വാക്കുകളാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രകാശമൊന്നുമല്ല ആദ്യം സൃഷ്ടിക്കപ്പെട്ടത്. പക്ഷേ ഞാനും നിങ്ങളും അത് വിശ്വസിക്കൽ നിർബന്ധിതരാണ് മക്കളെ. അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രകാശമാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത്, യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതാ, കുന്തു കൻസം മഖ്ഫിയാ, ഞാനൊരു മറയ്ക്കപ്പെട്ട നിധിയായിരുന്നു. അതേ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ന മറയ്ക്കപ്പെട്ട ഒരു നിധിയായിരുന്നു. ഫറത്തു അൻ ഉറഫാ, ഞാൻ അറിയപ്പെടണമെന്ന് ഉദ്ദേശിച്ചു. ഫഖലഖ്തുൽ ഖൽഖാ, ഞാൻ അപ്പോൾ അൽ ഖൽഖിനെ സൃഷ്ടിച്ചു. ഫഖലഖ്തുൽ ഖലായിഖ എന്നല്ല പറഞ്ഞത്, ഞാൻ അപ്പോൾ സൃഷ്ടികളെ സൃഷ്ടിച്ചു എന്നല്ല പറഞ്ഞത്, ഞാൻ അൽ ഖൽഖിനെ സൃഷ്ടിച്ചു. ആ പ്രത്യേക സൃഷ്ടിയെ ഞാൻ സൃഷ്ടിച്ചു. ഏതാണ് അൽ ഖൽഖ് മക്കളെ? യാതൊരു സംശയവും വേണ്ട. ഫബിഅറഫൂനി എന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു നിർത്തിയ അനുഗ്രഹീതമായ ഹദീസ് ഉണ്ടല്ലോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഖുദ്സിയായ ഹദീസ്, അതിൽ അല്ലാഹു പറഞ്ഞ അൽ ഖൽഖ് എന്ന് പറയുന്നത് അത് ഹഖീഖത്തുൽ മുഹമ്മദിയ്യ ആണ് മക്കളെ, അത് മുഹമ്മദീയ പ്രഭാവമാണ് മക്കളെ. ആ മുഹമ്മദീയ പ്രഭാവമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദ്യം സൃഷ്ടിച്ച സൃഷ്ടിയതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു പ്രകാശമായിരുന്നു. വിശദീകരിക്കുന്നത് ഭംഗിയല്ല, അതിനു പറ്റിയ സദസ്സും സമയവുമല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ന പ്രകാശത്തിന്റെ സമുദ്രം, അതായത് ബഹറുൽ ഹൂ എന്ന് മഹാന്മാരായ ആരിഫീങ്ങൾ പഠിപ്പിക്കുന്ന ആ ബഹറുൽ ഹൂ എന്നറിയപ്പെടുന്ന ആ പ്രകാശത്തിന്റെ സമുദ്രമാകുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അൽ ഖൽഖിനെ സൃഷ്ടിച്ചു. അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ചത് എന്താണെന്നറിയുമോ? അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദ്യമായി സൃഷ്ടിച്ചത് ഹഖീഖത്തുൽ മുഹമ്മദിയ്യ എന്ന മുഹമ്മദിയ പ്രഭാവമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ച ആ മുഹമ്മദിയ പ്രഭാവത്തെ പിന്നീട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അഹ്മദിയ്യത്താക്കി. ആ അഹ്മദിയ്യത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മറ്റാരും റബ്ബിനെ സ്തുതിക്കാനില്ലാത്ത സമയത്ത്, മറ്റാരും അല്ലാഹുക്ക് ഹംദ് ചെയ്യാനില്ലാത്ത സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഹംദ് ചെയ്തത് ആ പ്രകാശമാണ്. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശമാണ്, റസൂലുള്ളാഹിന്റെ റൂഹാണ്, റസൂലുള്ളാഹിന്റെ നൂറാണ്, ആ റസൂലുള്ളാഹിന്റെ പ്രകാശമാണ്. അത് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളോളം, യുഗയുഗാന്തരങ്ങളോളം ആ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സ്തുതിച്ചുകൊണ്ടിരുന്ന അഹ്മദിയ്യത്ത് എന്ന ആ പ്രകാശമുണ്ടല്ലോ, ആ പ്രവാചക പ്രഭുവിന്റെ ആ പ്രത്യേകമായ റൂഹിന്റെ അവസ്ഥ, അതെത്രയോ യുഗയുഗാന്തരങ്ങൾക്ക് ശേഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനെ പിന്നീട് മുഹമ്മദിയ്യത്താക്കി. ഈ അഹമ്മദിയ്യത്തിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദ്യത്തെ അൽ ഖൽഖിന്റെ സൃഷ്ടിപ്പ്, അതവിടുന്ന് ഇങ്ങോട്ട് ഈ അഹമ്മദിയ്യത്തിലേക്കുള്ള മാറ്റം, ഈ അഹമ്മദിയ്യത്തിലേക്കുള്ള മാറ്റമുണ്ടല്ലോ, ആ ഉദയം, ആ ഉദയത്തെ പറ്റി ആ വിശുദ്ധ ഖുർആൻ പറയുന്നത് വൽ ഫജ്ർ വൽ ഫജ്ർ വൽ ഫജ്ർ, ആ ഉദയത്തെ തന്നെയാണ് സത്യം. എത്രയോ ഗംഭീരമായ ഉദയമാണത്. എന്നും ഉദിക്കുന്ന ഒരു സൂര്യന്റെ ഉദയത്തെപ്പറ്റി അൽ ഫജ്ർ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്ര ഗാംഭീര്യത്തോടെ പറയുമെന്ന് തോന്നേണ്ടതില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ ആ ഉദയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രകാശത്തിന്റെ അഹ്മദിയ്യത്തിലേക്കുള്ള ഉദയമാണ്. ആ അഹ്മദിയ്യത്തിലേക്കുള്ള ഉദയത്തിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പ്രകാശ പ്രഭാവത്തെ 10 ഇരുളിന്റെ ഘട്ടങ്ങൾ മാറ്റി 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 കൊണ്ടുവന്നു.
ആ പ്രത്യേകമായി അറിയപ്പെടുന്ന ഇരുളിന്റെ 10 ഘട്ടങ്ങളാണ് വലയാലിൻ അശ്ർ. 10 ഇരുളിന്റെ ഘട്ടങ്ങൾ. ആ 10 ഇരുളിന്റെ ഘട്ടങ്ങളിലൂടെ മാറി 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 വന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തെ അഹ്മദിയ്യത്തിൽ നിന്ന് 10 ഇരുളിന്റെ ഘട്ടങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞ് മുഹമ്മദീയത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ആ മുഹമ്മദീയത്ത് എന്നിട്ട് എത്രയോ ആയിരത്താണ്ട് കാലങ്ങള് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചില്ലേ, ജിബ്രീലേ ഇപ്പൊ എത്ര വയസ്സുണ്ടാകും ജിബ്രീലേ? ഒരുപാട് കാലായല്ലോ ഞാനിങ്ങനെ കാണുന്നു, ഒരുപോലെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്, വയസ്സ് എത്ര ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. ഇപ്പൊ ജിബ്രീൽ എന്താ ഒരു 100-150 വയസ്സുണ്ടാവും എന്ന് പറഞ്ഞു കാണുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, വയസ്സ് ഒരുപാട് വയസ്സുണ്ട്, പക്ഷെ എനിക്കത് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ആ വയസ്സ് എന്റെ വയസ്സ് എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അർശിനോട് ചേർന്നിട്ടൊരു നക്ഷത്രം ഉദിക്കുന്നത് ഞാൻ കാണാറുണ്ട്. 70,000 വർഷത്തിലൊരിക്കലാണ് ആ നക്ഷത്രം ഉദിക്കുന്നത്. 70,000 വർഷത്തിലൊരിക്കലാണ് ആ നക്ഷത്രം ഉദിക്കുന്നത്. ആ നക്ഷത്രത്തെ ഞാൻ എന്റെ ജീവിതത്തിൽ 70,000 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. അപ്പൊ എന്താ റസൂലുള്ള പറഞ്ഞത്? അന റാഖൻ നജ്മു യാ ഹബീബി, അത് ഞാനാണ് ആ നക്ഷത്രം, എന്റെ പ്രകാശമായിരുന്നു ജിബ്രീലേ മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെയൊക്കെ ചില വശങ്ങളുണ്ട്. റസൂലുള്ളാഹിയോട് ബന്ധപ്പെട്ട് സുദീർഘമായി പറയുകയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ആ അത്ഭുത പ്രതിഭാസം വെറും മക്കത്ത് ജനിച്ച് മദീനത്തങ്ങ് വഫാത്തായി തീർന്ന വെറും ഒരു ചരിത്ര പുരുഷനല്ല അല്ലാഹുവിന്റെ ഹബീബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ മണൽത്തരിയോടും ബന്ധപ്പെട്ട് കിടക്കുന്ന അത്ഭുതമാണ്. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി പറഞ്ഞപ്പോ വഅലമു അന്ന മഅക്കും റസൂലല്ലാഹ് എന്നല്ലല്ലോ പറഞ്ഞേ, നിങ്ങളുടെ കൂടെ റസൂലുള്ള ഉണ്ടെന്നല്ല പറഞ്ഞേ, നിങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലുണ്ട്. അതാ ആളുകളുടെ ഇടയിൽ റസൂലുള്ള ഉണ്ടെന്നൊന്നും അല്ല അതിന്റെ അർത്ഥം. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളിലുണ്ടെന്ന് പറഞ്ഞാൽ സർവ്വ സൃഷ്ടികളുടെയും സൃഷ്ടിപ്പിന്റെ രഹസ്യത്തോട് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം ബന്ധപ്പെട്ടിരിക്കുന്നു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറഞ്ഞു വന്ന കാര്യം, അള്ളാഹുവിന്റെ റസൂൽ ആ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോക സൃഷ്ടിപ്പിന് കാരണക്കാരനായ പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാലിനോട് പറയാ, കൈ വെച്ചു കൊടുത്തിട്ട് ഈ കയ്യിൽ ചവിട്ടിയിട്ട് മുകളിലേക്ക് കയറൂ ബിലാലെ. ഈ കയ്യിൽ ചവിട്ടിയിട്ട് ആരുടെ കയ്യിൽ? പ്രാപഞ്ചിക സൃഷ്ടിപ്പിന്റെ കാരണക്കാരനും പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനും വിശ്വവിമോചകനുമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വെളുത്ത വെള്ളാരങ്കല്ല് പോലുള്ള സുന്ദരമായ ആ കയ്യിൽ ചവിട്ടിക്കൊണ്ട് കറുത്ത കരിമാടിക്കുട്ടനായ ബിലാൽ കഅബാലയത്തിന്റെ മുകളിലേക്ക് കയറുന്ന രംഗമൊന്ന് ഓർത്തു നോക്കൂ മക്കളെ. ആ കഅബയുടെ മുകളിൽ കയറുന്നുണ്ട്. ഇന്നും ഒബാമയുടെ മാതാപിതാക്കളിൽ ഒരാള് കറുത്തവനായി പോയതുകൊണ്ട് അദ്ദേഹം പ്രസിഡന്റായ അദ്ദേഹത്തെ തൊലിയുടെ നിറത്തിന്റെ പേരിൽ ബിൽ ക്ലിന്റനെ പോലെയോ ജോർജ് ബുഷ് എന്ന ലോക ഭീകരനെ പോലെയോ തൊലിക്ക് വെളുപ്പ് കുറഞ്ഞു പോയതിന്റെ പേരിൽ ഒബാമ എന്ന കറുത്തവനെ അംഗീകരിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ സ്ഥാനാർത്ഥിയായിരിക്കുമ്പോഴും തെരഞ്ഞെടുക്കപ്പെടുമ്പോഴും ഒക്കെ അദ്ദേഹത്തിന് വധഭീഷണിയും അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി തോക്കുമായിട്ട് വന്നവരെ പിടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താ കാര്യം? ഈ തൊലിയുടെ നിറത്തിനൊരൽപ്പം വെളുപ്പ് കുറഞ്ഞവനെ തങ്ങളുടെ പ്രസിഡന്റായിട്ട് അംഗീകരിക്കാൻ ഈ വെളുത്ത അമേരിക്കക്കാരന്റെ വംശീയത കൊണ്ട് വംശീയതയുടെ പേരിലും വർണ്ണത്തിന്റെ പേരിലുമുള്ള വിദ്വേഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഹൃദയത്തിന് കഴിയുന്നില്ല. അതുകൊണ്ട് എന്നാൽ നിങ്ങൾ അറിയണം, കഅബാലയത്തിന്റെ മുകളിലേക്ക് ബിലാലിനെ കെട്ടിക്കൊണ്ട് ബിലാൽ അവിടെ നിന്ന് അല്ലാഹുവാണ് മഹാൻ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന മഹത്തായ ലോകത്തെ എക്കാലവും കീഴടക്കാൻ പോന്ന ആ മുദ്രാവാക്യം കഅബാലയത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു മഹാനായ ബിലാൽ റളിയല്ലാഹു. ഇതൊരു വലിയ ഗൗരവമായ കാര്യമാണ്, ചെറിയൊരു കാര്യമല്ല. നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായിട്ട് മുസ്ലിങ്ങളാകു, ഈ ഇസ്ലാമിലേക്ക് സമ്പൂർണമായി പ്രവേശിക്കൂ എന്ന വിശുദ്ധ ഖുർആൻ ഇറങ്ങാൻ കാരണം എന്താ? ഒരു കറുത്തവനായ സഹാബിയോട് ഒരു വെളുത്ത സഹാബി
ദേഷ്യം വന്നപ്പോ പെട്ടെന്ന് യബ്ന സൗദാ, എടാ കറുത്തവന്റെ മോനെ എന്നൊന്ന് വിളിച്ചു. കറുത്തവന്റെ മോനെ എന്നൊന്ന് വിളിച്ചു, തൊലി കറുത്ത ഒരു സഹാബിയെ. അപ്പോ അർശിൽ ചലനമുണ്ടായി. ഫനസലൽ അമീനു മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നുകൊള്ളുക. പൂർണ്ണമായി ഇസ്ലാമിൽ കടന്നാൽ ഈ സംസ്കാരമാരും തുടരുകയില്ല. വിശുദ്ധ ഖുർആനും മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയ മാറ്റം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തുണ്ടാക്കിയ മാറ്റം, ആ പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുയായികളായ നമ്മൾ ആ മാറ്റം നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റണം. നമ്മുടെ നാട്ടിലെ പട്ടിണിപ്പാവങ്ങളായ ആളുകൾ അള്ളാന്റെ റസൂല് പറയുകയാ, വലൈസൽ മുഅ്മിനുല്ലദീ യശ്ബഉ, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ മുഅ്മിനല്ല. എന്നിട്ട് എന്താ പറഞ്ഞേ? വജാറുഹുൽ മുസ്ലിമു ജാഇഉൻ ഇലാ ജംബിഹി, മുസ്ലിമായ അവന്റെ അയൽക്കാരൻ വിശന്ന് കിടക്കുമ്പോൾ എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞ അവന്റെ അയൽക്കാരൻ വിശന്ന് കഴിയുമ്പോൾ. അപ്പൊ എന്ത് ചെയ്യണം? ആകാശം മുട്ട കൊട്ടാരം കെട്ടി ശീതീകരിച്ച മുറിയിലെ സബ്രമഞ്ചക്കട്ടലിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട മുസൽമാനുണ്ടല്ലോ, ലക്ഷങ്ങളും കോടികളും വരുമാനമുള്ള മുസൽമാൻ, വീട്ടിൽ രാവിലെ സുന്ദരമായിട്ട് അരിയുടെ പത്തിരിയും കോഴിയുടെ ഇറച്ചിയും ഉണ്ടാക്കി കഴിക്കാനിരിക്കുമ്പോൾ അവന്റെ അയലത്ത് വീട്ടിലെ ചെറ്റക്കൂരയിൽ കഴിയുന്ന പാവപ്പെട്ട പുലയനോ പറയനോ ചെറുമനോ ആയ സഹോദരൻ അവന്റെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ആളെ വിട്ടിട്ട് അവിടെ ഭക്ഷണം പാകം ചെയ്തോ എന്ന് ചോദിച്ച്, ഇല്ല അവിടെ പ്രാതലില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, നാസ്തയില്ല എന്ന് പറഞ്ഞാൽ തന്റെ വീട്ടിലുണ്ടാക്കിയ നാസ്തയുടെ അംശം അവിടെ കൊടുത്തയച്ച് അവനും കൂടി അത് കഴിച്ച് വിശപ്പടക്കിയാലല്ലാതെ ഇപ്പുറത്തിരുന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ അവൻ തെറ്റ് ചെയ്തു എന്നല്ല പറഞ്ഞത്, അവൻ മുഅ്മിനല്ല, അവൻ സത്യവിശ്വാസിയല്ല എന്നാ പറഞ്ഞത്. ചെറിയ കാര്യമാണോ? ചെറിയ കാര്യമാണോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്? ചെറിയ കാര്യമല്ല. എന്റെ വീട്ടിൽ നീ കറിയുള്ള ചാറുള്ള കറി പാചകം ചെയ്താൽ, വീട്ടിൽ പാകം ചെയ്യുന്ന കറിയുടെ സുഗന്ധം അടുത്ത വീട്ടിലെ കുഞ്ഞുങ്ങളുടെ നാസാരന്ധ്രങ്ങളിലേക്ക് തളച്ചു കയറുമ്പോൾ, ആ കുഞ്ഞുങ്ങൾക്ക് ഇറച്ചിക്കറിയുടെ മണം കേൾക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ വന്നിട്ട് ഉപ്പാന്റെ മുണ്ടിന്റെ ഗോന്തലയിൽ പിടിച്ചിട്ട് പറയുന്നു, ഉപ്പാ എനിക്കും ഇറച്ചിക്കറി കഴിക്കണം. അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ പാവപ്പെട്ട അയ്യപ്പന്റെ മക്കൾ വന്നിട്ട് അയ്യപ്പന്റെ തുണിയിൽ പിടിച്ചിട്ട് പറയുന്നു, അച്ഛാ എനിക്കും ഇറച്ചിക്കറി തിന്നണം. ദേ അപ്പുറത്ത് ആജിയാരുടെ വീട്ടിൽ ഇറച്ചിക്കറി വെക്കുന്നതിന്റെ മണം കേട്ടില്ലേ, എനിക്കും ഇറച്ചിക്കറി തിന്നണമെന്ന് പറയുമ്പോൾ നിന്റെ അയലത്ത് വീട്ടിലെ പാവപ്പെട്ടവൻ അവന്റെ കുഞ്ഞുങ്ങൾക്ക് ഇറച്ചി വാങ്ങി കറി വെച്ചു കൊടുക്കാൻ കഴിവുള്ള ല്ലെങ്കിൽ നിന്റെ വീട്ടിൽ പാകം ചെയ്യുന്ന ഇറച്ചിക്കറിയിൽ കുറച്ച് വെള്ളം കൂടുതൽ ചേർത്തുകൊള്ളുക, കുറച്ച് കൂടുതൽ ചാറുണ്ടാക്കിക്കൊള്ളുക. നിന്റെ വീട്ടിലെ നിനക്കും നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും മാത്രമായി വെച്ച ഇറച്ചിക്കറിയിലെ അല്പം വെള്ളം കൂടുതൽ ചേർത്തിട്ടായാലും നിന്റെ അയലത്ത് വീട്ടിലെ അയ്യപ്പനെ, അയലത്ത് വീട്ടിലെ ഇബ്രാഹിമിനെ, അയലത്ത് വീട്ടിലെ ജോസഫിനെ തന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വെച്ചു കൊടുക്കാൻ, ഇറച്ചി വാങ്ങിക്കൊടുക്കാൻ കഴിവില്ലാത്ത ആ പാവപ്പെട്ടവന് കൂടി നിന്റെ വീട്ടിൽ വെക്കുന്ന കറിയുടെ അംശം നീ എത്തിച്ചു കൊടുക്കണേ മുഹമ്മദ് മുസ്തഫ. വല്ലോ ഇന്ന് പാലിക്കപ്പെടുന്നുണ്ടോ? ഇന്ന് പാലിക്കപ്പെടുന്നുണ്ടോ? മോടെ കല്യാണം പടച്ചോൻ നിയമത്ത് തന്നിട്ടുണ്ട്. എന്താ ചെയ്യുന്നേ? വലിയ പന്തല് കെട്ടുക, വലിയ പന്തലിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ടാവുക, ലക്ഷോപലക്ഷം രൂപ മുടക്കിയിട്ട് വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കുക. ബിരിയാണി ഏതാ? ആട്ടും ബിരിയാണി. കടിക്കാൻ എന്താ? കോഴിയുടെ കാല്. കുടിക്കാൻ എന്താ? നല്ല വെള്ളം. പിന്നൊന്ന് തൊട്ട് നക്കാൻ എന്താ? വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന്റെ അറ്റത്തിരിക്കുന്ന ഐസ്ക്രീം. എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരാളിന് വേണ്ടി 250, 300, 400 രൂപയുടെ ഭക്ഷണം ഉണ്ടാക്കുന്നു, ആവശ്യത്തിന് കഴിക്കുന്നു, ബാക്കിയുള്ളത് അവിടെ വെക്കുന്നു, ലക്ഷക്കണക്കിന് രൂപയുടെ ഭക്ഷണം കൊണ്ടുപോയി വേസ്റ്റ് കൊട്ടയിൽ തള്ളിക്കളയുന്നു. ഇങ്ങനെ നീ നിന്റെ വീട്ടില് നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ നീ സ്ത്രീധനം കൊടുക്കുന്നു, അത് വേറെ കാര്യം. പോക്കറ്റ് മണി കൊടുക്കുന്നു, അത് വേറെ കാര്യം. ജുവലറി അങ്ങനെ തന്നെ അടങ്കലെടുത്തു കൊണ്ടുവന്ന് മക്കൾക്ക് കൊടുക്കുന്നു, അത് വേറെ കാര്യം. നല്ല ഏറ്റവും മുന്തിയ കാറ് കൊടുക്കുന്നു, അത് വേറെ കാര്യം. ഇതൊക്കെ കൂടാതെ പിന്നെ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചുകൂട്ടിക്കൊണ്ട് വിഭവസമൃദ്ധമായ ലക്ഷങ്ങൾ മുടക്കിയ ഭക്ഷണം വെച്ചിട്ട് എല്ലാവർക്കും വെച്ച് വിളമ്പുന്നു. ആ ഭക്ഷണത്തിന്റെ ബാലൻസ് കൊണ്ടുപോയിട്ട് വേസ്റ്റ് കൊട്ടയിൽ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വേസ്റ്റ്
പൂക്കോട്ടയിൽ നിന്ന് ആ സുഗന്ധം, ആ ഭക്ഷണത്തിന്റെ ഗന്ധം ഏറ്റുവാങ്ങിക്കൊണ്ട് അയലത്തെ വീട്ടിലെ ചെറ്റക്കൂരയിൽ കഴിയുന്ന പാവപ്പെട്ട പെൺകുട്ടിക്ക് 23 വയസ്സായി, 25 വയസ്സായി, 28 വയസ്സായി, അപ്പുറത്ത് 17 വയസ്സ് തികയുന്നതിന് മുമ്പ് മോളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന്റെ ബഹളമാ കാണുന്നത്. ആ കല്യാണത്തിന് വരുന്ന വിലപിടിപ്പുള്ള കാറുകളാ കാണുന്നത്. ആ കല്യാണത്തിന് വരുന്ന VIP-കളെയും VVIP-കളെയുമാ കാണുന്നത്. ഈ VIP-കളും VVIP-കളും എല്ലാം ഇങ്ങനെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ, അവിടെ ലക്ഷങ്ങളുടെ ഭക്ഷണം വെച്ച് വിളമ്പുമ്പോൾ, അപ്പുറത്തെ ചെറ്റക്കൂരയിൽ 30 വയസ്സായിട്ടും പടച്ചവനെ എനിക്ക് ഒരു പുരുഷന്റെ കൂടെ ജീവിക്കാൻ ഭാഗ്യം കിട്ടൂലേ, എനിക്കും ഒരു പിഞ്ചു കുഞ്ഞിന്റെ മുഖത്തുനിന്ന് ഉമ്മ എന്ന് വിളിക്കുന്നത് കേൾക്കാനുള്ള ഭാഗ്യം കിട്ടൂലേ, എനിക്കൊരു കുടുംബജീവിതം ഉണ്ടാകില്ലേ എന്നോർത്തുകൊണ്ട് കണ്ണീരും കയ്യുമായി കഴിയുന്ന എത്ര പാവപ്പെട്ട സഹോദരിമാർ ആ ചെറ്റക്കൂരകളിൽ വീർപ്പുമുട്ടി കഴിയുന്നത്. ആ ചെറ്റക്കൂരകളിൽ വീർപ്പുമുട്ടി കഴിയുന്ന സഹോദരിമാര് അവരുടെ വിശപ്പിന് വിളിക്ക് പരിഹാരം കാണാൻ കഴിയാത്തത് കൊണ്ട് വൈകുന്നേരങ്ങളിൽ പലരും ഭിക്ഷാപാത്രവുമായി തെണ്ടിത്തിരിയേണ്ടി വരുമ്പോൾ, ഒരുപെട്ടേ സമുദായത്തിലെ ഈ പാവപ്പെട്ട സഹോദരിമാരുടെ ചാരിത്ര്യം പോലും വിശപ്പിന്റെ വിളിമൂലം നശിപ്പിക്കപ്പെടുമ്പോൾ, ഇപ്പുറത്ത് വലിയ കൊട്ടാരമുണ്ടാക്കി ആ കൊട്ടാരത്തിൽ താമസിക്കുന്ന മകൾക്ക് 16 വയസ്സായപ്പോൾ നല്ല സമ്പന്നനായ ചെറുപ്പക്കാരനെ കണ്ടെത്തി ലക്ഷങ്ങളിൽ ലക്ഷോപലക്ഷങ്ങളും മുടക്കി കല്യാണം കഴിച്ചു കൊടുത്ത്, ലക്ഷക്കണക്കിന് ആ രൂപ മുടക്കി 10,000-ങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് തന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നവന് നാളെ പടച്ച റബ്ബിന്റെ മുമ്പില് എന്ത് സമാധാനമാ പറയാൻ പറ്റുന്നത്? ഈ അയലത്ത് വീട്ടിലെ 30 വയസ്സുകാരി നിനക്കെതിരെ സാക്ഷി പറയാൻ വരില്ലെന്ന് നീ കരുതുന്നുണ്ടോ? സമുദായം നേരിടുന്ന ഏറ്റവും ഗൗരവമായ പ്രശ്നങ്ങളിലൊന്ന് കോടീശ്വരന്മാരായ സഹോദരന്മാർ അവരുടെ പ്രിയപ്പെട്ട മക്കളെ കല്യാണം കഴിക്കാൻ ലക്ഷങ്ങളും കോടികളും ചെലവാക്കുമ്പോൾ ചെറ്റക്കൂരകളിൽ അയലത്ത് വീട്ടിൽ കഴിയുന്ന പാവപ്പെട്ടവരുടെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ല. പിന്നെ മറ്റൊന്നോ, സമുദായത്തിന്റെ അവസ്ഥ എന്താ? മഹല്ല് കമ്മിറ്റികളുടെ അവസ്ഥ എന്താ? അവർക്ക് ഈ പാവപ്പെട്ട 100 കണക്കിന് പെണ്ണുങ്ങൾ പുറനിറഞ്ഞു നിൽക്കുമ്പോൾ, പാവപ്പെട്ട 100 കണക്കിന് രോഗികൾ തങ്ങളുടെ മഹല്ലിലെ ചെറ്റക്കൂരകളിൽ കഴിയുമ്പോൾ, അവർ വലിയ വലിയ കൊട്ടാരങ്ങൾ പോലത്തെ പള്ളികൾ വെക്കാൻ, വലിയ കുബ്ബകളുള്ള, വലിയ മുനാരങ്ങളുള്ള, ലക്ഷങ്ങളുടെ കോടികളുടെ പള്ളികൾ വെക്കാൻ മത്സരിക്കുക. ലോകത്തുള്ള ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സിമന്റും കമ്പിയും ഏറ്റവും അധികം വാങ്ങി തീർത്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മഹല്ല് കമ്മിറ്റികളാണ്. ഗൾഫിൽ നിൽക്കുന്നവന്റെ കയ്യിൽ നിന്നും പിരിക്കും, നാട്ടിലുള്ളവന്റെ കയ്യിൽ നിന്നും പിരിക്കും, ഭൂമി വിറ്റും കാശ് വാങ്ങിക്കും, എങ്ങനെയും വാങ്ങിച്ചിട്ട് വലിയ കുബ്ബ. ഈ കുബ്ബയ്ക്കകത്ത് ആരെങ്കിലും കയറി നിസ്കരിക്കുന്നോ? ഇല്ല. ആരെങ്കിലും മരിച്ചാൽ കൊണ്ട് ഈ കുബ്ബയിൽ വെക്കുന്നോ? ഇല്ല. എന്നിട്ട് എന്താ കുബ്ബ? എന്താണ് കുബ്ബ? എന്താ മുനാരം? അപ്പുറത്ത് എത്ര ലക്ഷത്തിന്റെ കുബ്ബ കെട്ടിയോ അതിന്റെ 4 ഇരട്ടി വലിയ കുബ്ബ ഇപ്പുറത്ത് കെട്ടണം. അതാണ് നമ്മുടെ മഹല്ലിന്റെ അഭിമാനത്തിന്റെ സ്തംഭം, അതാണ് ഈ കുബ്ബയാണ്. പക്ഷേ മഹല്ലിലെ പെൺകുട്ടികൾ കല്യാണം കഴിച്ചു കൊടുക്കപ്പെടാത്തതിന്റെ പേരിൽ വേശ്യകളായി പോയാലും മഹല്ല് കമ്മിറ്റികൾക്ക് പ്രശ്നമില്ല. മഹല്ല് കമ്മിറ്റികൾക്ക് യാതൊരു പ്രശ്നവുമില്ല. കുബ്ബ കെട്ടണം. കൊല്ലം ജില്ലയിൽ അടുത്ത സമയത്ത് വിനീതനായ എന്നെക്കൂടെ ഉദ്ഘാടന സമ്മേളനത്തിന് ക്ഷണിക്കപ്പെട്ട ഒരു പള്ളിക്ക് ചെലവായത് 3 കോടിയിലധികം രൂപയാണ്. 3 കോടിയിലധികം രൂപ. നാഷണൽ ഹൈവേയുടെ സൈഡിങ്ങളൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും. 3 കോടിയിലധികം രൂപ മുടക്കിയ പള്ളി വെച്ച്. 3 കോടിയുടെ പള്ളി, അതിൽ 1.5 കോടിയുടെ കുബ്ബ. ഇതൊക്കെ കെട്ടിയിട്ട് എന്താ ചെയ്യാൻ പോകുന്ന? പലയിടത്തും 2 നിലയും 3 നിലയും വെക്കുന്ന പള്ളികളുടെ മേളത്തെ നിലയിലൊക്കെ പ്രാവിന് കാഷ്ടിക്കാൻ വേണ്ടി വഖഫ് ചെയ്ത് കൊടുത്തിരിക്കുക. പ്രാവിന് വേണ്ടി. അവിടെ ആരും കയറൂല. എന്നിട്ട് ആ മഹല്ലുകളിൽപ്പെട്ട പട്ടിണി കിടക്കുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ തന്റെ 2 പെമ്മക്കള് 3 പെമ്മക്കള് പുറനിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ മോടെ കല്യാണത്തിന് വേണ്ടി പോയി മഹല്ല് കമ്മിറ്റിയോട് പറഞ്ഞാൽ മഹല്ല് കമ്മിറ്റിക്ക് ആകെയുള്ള ഒരു ഉത്തരവാദിത്വം എന്താ? ഒരൊറ്റ ലെറ്റർ പാഡ് നഷ്ടം. ആ ലെറ്റർ പാഡ് ഇങ്ങോട്ട് എടുക്കും. എന്നിട്ട് മഹല്ലിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും മുത്തവല്ലിയും കാളിയും ഒക്കെ കൂടി ഇരുന്നിട്ട് എഴുതി അങ്ങോട്ട് കൊടുക്കും. ഈ കത്തുമായി വരുന്നവൻ ഞങ്ങളുടെ മഹല്ലിലെ അംഗമാണെന്നും ഇവൻ തെണ്ടാൻ പരമയോഗ്യനാണെന്നും ഞങ്ങളുടെ മഹല്ല് കമ്മിറ്റി സാക്ഷ്യപ്പെടുത്തുന്നു. ഇവനൊരു തെണ്ടിയാണെന്ന് സർട്ടിഫൈ ചെയ്യുന്നു. ഞങ്ങൾ ദേ വരുന്നു കത്തുമായി. ഇതാണ് ഒരൊറ്റ ലെറ്റർ പാഡ്. അത് എഴുതുന്ന മഷി. ഇത്രയുള്ള നഷ്ടം. ഒരു സീലും അടിച്ചിട്ടങ്ങ് കൊടുക്കും. ഈ പാവപ്പെട്ടവൻ ഇതും പിടിച്ച് ഒരു തോർത്തുമായിട്ട് സർവ്വ മഹല്ലിലും ജുമായിക്ക് പോയിട്ട് ഇങ്ങനെ നിൽക്കുക. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു മനുഷ്യന്റെ ആത്മാഭിമാനം ഏറ്റവും അധികം പിച്ചു ചീന്തപ്പെടുന്ന ഘട്ടമല്ലേ ആളുകളുടെ മുമ്പിൽ പോയിട്ട് ഞാനൊരു തെണ്ടിയാണെന്ന് മഹല്ല് വന്ന സർട്ടിഫിക്കറ്റും വെച്ചിട്ട് ഒരു തുണിയും വിരിച്ചിട്ട് തെണ്ടാൻ നിൽക്കുന്ന രംഗം. ഒരാളെ 10 കൊല്ലം ജയിലിലടച്ചതിന്റെ പേരിലൊന്നും അയാളുടെ ആത്മാഭിമാനം നഷ്ടപ്പെടൂല. വിടുവോ?
കുറെ നാൾ പീഡിപ്പിക്കപ്പെട്ടത് കൊണ്ടൊന്നും ഒരാളുടെ ആത്മാഭിമാനം നഷ്ടപ്പെടൂല. കുറെ നാൾ പട്ടിണി കിടന്നതുകൊണ്ടും ആത്മാഭിമാനം നഷ്ടപ്പെടൂല. പക്ഷേ പുറനിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേറൊരു ഗതിയുമില്ലാതെ മഹല്ല് കമ്മിറ്റി കൊടുത്ത സർട്ടിഫിക്കറ്റും ഒരു തോർത്തുമായിട്ട് പോയി ജുമാഅത്ത് പള്ളികളുടെ മുന്നിൽ ആ തോർത്ത് വിരിച്ച് ഈ സർട്ടിഫിക്കറ്റുമായി നിൽക്കുന്നവൻ, അവന്റെ മുന്നിലൂടെ മാർച്ച് ചെയ്യുന്ന ജുമാ കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന നൂറുകണക്കിന് മുതലാളിമാർ അവരുടെ പോക്കറ്റിൽ ഇരിക്കുന്ന നോട്ടിൽ നിന്ന് ഏറ്റവും ചെറിയ നോട്ടെടുത്തിട്ട് പരിഹാസത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ തോർത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുമ്പോൾ അവന്റെ നെഞ്ച് നീറുകയായിരിക്കും മക്കളെ. എന്നിട്ട് ആ ജുമാ കഴിഞ്ഞതിന് ശേഷം കിട്ടിയത് മൊത്തം കൂടി എണ്ണി നോക്കിയാൽ 1 ഗ്രാം സ്വർണത്തിന്റെ പൈസ ഉണ്ടാവോ? ഉണ്ടാവില്ല. എത്ര മഹല്ലുകൾ കയറിയിറങ്ങിയാലാ തന്റെ മോളുടെ കഴുത്തിടാൻ സ്വർണം വാങ്ങാൻ കാശ് കിട്ടുന്നത്? എന്തൊരവസ്ഥയായത്! ഈ സമുദായം നേരിടുന്ന എന്തൊരു വലിയ ഗതികേടായത്! വളരെ ഗൗരവമായ പ്രശ്നമാ മക്കളെ. ഈ നബിദിന സമ്മേളനത്തിന് ഈ റബീഉൽ അവ്വലില് എവിടെല്ലാം ഞാൻ പങ്കെടുത്തോ ഈ റബീഉൽ അവ്വലിലെ പ്രസംഗത്തില്, അവിടെ മൊത്തം ഞാനൊരു തീരുമാനം എടുപ്പിച്ചിട്ട് കുറച്ചുപേരെ, ഒരുപാട് ആളുകളെയൊന്നുമില്ല, കുറച്ചുപേരെ ഞാൻ സദസ്സിൽ നിന്ന് എണീപ്പിച്ച് നിർത്തിയിട്ട് ഈ വൃത്തികെട്ട സ്ത്രീധന സംസ്കാരത്തിനെതിരെ പുറനിറഞ്ഞു നിൽക്കുന്ന പാവപ്പെട്ട പെൺകുട്ടികളിൽ ദീനുള്ള സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കണ്ടെത്തി 1 നയാ പൈസ പോലും സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കുമെന്ന് ഞാൻ പല ചെറുപ്പക്കാരെ കൊണ്ടും പ്രതിജ്ഞ എടുപ്പിച്ചു. ഈ അടുത്തൊരു സ്ഥലത്ത് കൊല്ലം ജില്ലയില് നിരവധി ചെറുപ്പക്കാർ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ ഒരു ആവേശം പോലെ എഴുന്നേറ്റ് നിന്ന് തക്ബീർ ധ്വനികളുടെ അകമ്പടിയോടെ പറഞ്ഞു. അവസാനം 7 വയസ്സും 8 വയസ്സുള്ള മക്കളെ കൊണ്ട് ആ മക്കളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഉപ്പാമാര് കൊണ്ടുവന്ന് സ്റ്റേജിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, എന്റെ ഈ മോൻ, എനിക്കിപ്പം വേറെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ, എന്റെ ഈ മോൻ വളർന്നു വന്നാൽ ഇവൻ എത്ര ഉന്നതമായ അവസ്ഥയിലെത്തിയാലും 1 നയാ പൈസ സ്ത്രീധനം വാങ്ങിക്കാതെ ഞാൻ കല്യാണം കഴിപ്പിച്ചോളാം എന്ന് സദസ്സിൽ സമ്മതിച്ചു. ഞാനൊരു ബർക്കത്തിന് വേണ്ടി, അള്ളാന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണല്ലോ പാവങ്ങളെയും അനാഥരെയും സംരക്ഷിക്കുക എന്നത്. ഒരു ബർക്കത്തിന് വേണ്ടി ഞാൻ അതിനുവേണ്ടി പറയുകയല്ല, സമയം എടുക്കാനില്ല, സമയം നീണ്ടുപോകുന്ന, ഒരുപാട് ദീർഘിക്കുന്നതിന് മുമ്പ് നിർത്തുകയും ചെയ്യണം, പെട്ടെന്ന് നിർത്തണം, ദുആ ചെയ്യണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനു മുമ്പ് ഒരു വിശ്വാസിയായ ചെറുപ്പക്കാരൻ, എന്റെ റബ്ബ് എനിക്ക് തന്ന ആരോഗ്യം കൊണ്ട്, എനിക്കെന്റെ പടച്ചവൻ തന്ന ആഫിയത്ത് കൊണ്ട്, എന്റെ ശരീരത്തിന് തന്ന ആരോഗ്യം കൊണ്ട്, ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കൊണ്ട് ഞാൻ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് സ്വർണവും സ്ത്രീധനവും വാങ്ങി മാർക്കറ്റുകളിൽ നിർത്തുന്ന കാളയെപ്പോലെ കല്യാണ ചന്തയിൽ എന്റെ മാതാപിതാക്കളെ എന്നെ വില പറയാൻ നിർത്തി സ്ത്രീധനം പറഞ്ഞ് ഞാൻ കല്യാണം കഴിക്കൂല. ഞാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട് എന്റെ അഭിവന്ദ്യനായ അമരക്കാരൻ വിശ്വവിമോചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച റബീഉൽ അവ്വൽ മാസത്തിലെ റസൂലുള്ള ജനിച്ച തിങ്കളാഴ്ച ദിവസത്തിന്റെ തിങ്കളാഴ്ച രാവിലെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പ്രതിജ്ഞയെടുക്കുക, എന്റെ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ഞാൻ 1 നയാ പൈസ സ്ത്രീധനം വാങ്ങാതെ റബ്ബ് എനിക്ക് തന്ന ആഫിയത്ത് കൊണ്ട്, ആരോഗ്യം കൊണ്ട്, പടച്ചവൻ എനിക്കിപ്പം നല്ല ആരോഗ്യം തന്നിട്ടുണ്ട്, ഞാൻ സ്ത്രീധനമൊക്കെ വാങ്ങി കല്യാണം കഴിച്ചു പോയിട്ടും പിന്നെ എനിക്ക് അതിന്റെ അടുത്ത ദിവസം പടച്ചോൻ എനിക്കൊരു രോഗം തന്നാൽ ഞാൻ ഈ വാങ്ങിയ സ്ത്രീധനം കൊണ്ട് എനിക്കൊന്നും നേടാൻ കഴിയില്ല, ഒരു സാമ്രാജ്യവും കീഴടക്കാൻ കഴിയില്ല. അതേസമയം എന്റെ റബ്ബ് എനിക്ക് മരണം വരെ ആഫിയത്ത് തന്നാൽ അതുകൊണ്ട് ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഒരു ദീനിയായ പെൺകുട്ടിക്ക് ഞാൻ ജീവിതം കൊടുക്കും, ഞാനൊരു നയാ പൈസ സ്ത്രീധനം വാങ്ങൂല എന്ന് പറയാൻ ചങ്കുറപ്പുള്ള ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്ന് പറ, മോനെ, ഈ സദസ്സിൽ ആയിരങ്ങളുടെ ദുആ നിനക്ക് പുണ്യമായ രാവിലെ കിട്ടും. ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറ, ഞാൻ ഇൻഷാ അല്ലാഹ് സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കുമെന്ന് പറ. ആരാ പറയുന്നത്? ഒറ്റ ഒരാൾ ബർക്കത്തായിട്ട് ഒന്ന് തുടങ്ങിയാ മതി, ഒരാളൊന്ന് തുടങ്ങിയാ മതി. അൽഹംദുലില്ലാഹ്, ഇങ്ങ് വാ എന്റെ പൊന്നുമക്കൾ, ഇങ്ങ് വാ. ചെറിയ കാര്യമല്ല, 10 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ കാര്യാ പറയുന്നത്. പൊന്നുമോൻ വാ, വേഗം വാ, അടുത്താളും വാ. സ്ത്രീധനം വാങ്ങാതെ വിവാഹം പെട്ടെന്ന് വാ, ഓടി വാ. സ്ത്രീധനം വാങ്ങാതെ വിവാഹം കഴിക്കാമെന്ന് തീരുമാനിക്കുന്ന എന്റെ മക്കളെല്ലാം എഴുന്നേറ്റുക. ഈ സദസ്സിൽ വെച്ച് പേര് പറഞ്ഞു ദുആ ചെയ്യുക. ഈ ആയിരങ്ങളിരിക്കുന്ന സദസ്സിൽ, അനുഗ്രഹീതമായ സദസ്സിൽ ദുആ ചെയ്യുക. വേഗം വാ, പെട്ടെന്ന് വാ. എന്താ മോന്റെ പേരെന്താ? ഉവൈസുൽ ഖർനൈനി റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ്. എന്ത് ചെയ്യുന്നു എന്റെ മോൻ? പഠിക്കുകയാണ്, ഡിഗ്രിക്ക് പഠിക്കുകയാണ്, വിദ്യാസമ്പന്നനായ പൊന്നുമോനാണ്. ഉവൈസെന്ന ഈ പൊന്നുമോൻ, അല്ലാഹുവേ എല്ലാരും ഉറക്കെ ആമീൻ പറയണേ, മടി കാണിക്കല്ലേ. മിൻഹാസ്, എവിടാ വീട്? ആമയൂര്. എന്ത് ചെയ്യുന്നു? MBAക്ക് പഠിക്കുകയാണ്, മിടുക്കൻ, മിടുമിടുക്കൻ. എന്താ പേര്? അബ്ദുൽ വാഹിദ്. എവിടാ വീട്? കൊപ്പം. എന്ത് ചെയ്യുന്നു? നെറ്റ്വർക്കിംഗ് പഠിക്കുന്നു. എന്താ പേര് മോനെ? അമീർ അലി. എന്ത് ചെയ്യുന്നു? ഡ്രൈവറാണ്. എന്താ പേര്? അബ്ദുൽ ജലീൽ. എന്ത് ചെയ്യുന്നു? കടയിൽ വർക്ക് ചെയ്യുന്നു. എന്താ പേര്? ഹൈദർ അലി. എന്ത് ചെയ്യുന്നു?
പഠിക്കുകയാണ്, +2 പഠിക്കുകയാണ്. അൽഹംദുലില്ലാ. എന്താ പേര്? നൗഫൽ. ഉടനെ കല്യാണം കഴിക്കാം, കുഴപ്പമില്ല, അതിനുള്ള പ്രായമൊക്കെ ആയി കേട്ടോ. പെട്ടെന്ന് തന്നെ ആലോചിക്കുക, സ്ത്രീധനമില്ലാതെ കല്യാണം കഴിക്കുക, പറ്റിയ എന്നെ അറിയിക്കുക, ഞാനും വരാൻ ഇൻഷാ അല്ലാഹ്. എന്താ എന്ത് ചെയ്യുന്നു മോന്? ഡ്രൈവറാണ്. ഷഫീഖ് ISF-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, നമ്മുടെ വിദ്യാർത്ഥി സംഘടനയാണ്. അൽഹംദുലില്ലാ. മോനെ ഇവിടെ മലമ്പുഴ. എവിടെ വീട്? മലമ്പുഴ. എന്താ പേര്? ഇസ്ലാം. എന്ത് ചെയ്യുന്നു? +2 പഠിക്കുകയാണ്. അൽഹംദുലില്ലാ. ഷംസുദ്ദീൻ പടിയപറമ്പിൽ, റാഷിദ് വലിയ പറമ്പിൽ, അൻഫൽ വലിയ പറമ്പിൽ, പടിയപറമ്പിലല്ല വലിയ പറമ്പിൽ, 3 സഹോദരങ്ങൾ ഇവിടെ പേരെഴുതി തന്നിട്ടുണ്ട്. അല്ലാഹു തആല ഈ 3 സഹോദരന്മാരെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ നമ്മുടെ നായകൻ, വിശ്വവിമോചകൻ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞതിന്റെ ബാക്കി ഒരല്പം കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. അതിനു മുമ്പാരും പോകരുത്. കാരണം റസൂലുള്ളാഹിയെ പറ്റിയുള്ള മർമ്മപ്രധാനമായ ഒരു കാര്യം, എന്നിട്ട് വ്യക്തമായ ഒരു തീരുമാനമെടുക്കൽ, ഇത് രണ്ടും ഇവിടുന്ന് നടക്കേണ്ടതുണ്ട്. അത് കഴിയാതെ ആരും പോകരുത്. സന്ദർഭോചിതമായ ഒരു 5 മിനിറ്റ് കൂടെ നിങ്ങളുടെ ഞാൻ എടുക്കുകയാണ്. ഇവിടെ ഒരു മദ്രസ, വളരെ ദയനീയമായ ഒരവസ്ഥയിൽ ഒരു മദ്രസയുണ്ട്. ആ മദ്രസയുടെ പണി പൂർത്തിയാക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരിൽ നിന്ന് കുറച്ച് സംഭാവനകൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ വീണ്ടും 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 എന്നോട്, അവസാനം ഞാൻ ഈ കല്യാണത്തിൽ മാത്രം നിർത്തിക്കളയുമോ എന്നുള്ളത് കൊണ്ടാണ് മദ്രസയിലെ മുഅല്ലിം ഉസ്താദ് തന്നെ എഴുന്നേറ്റിട്ട് വന്ന് പറഞ്ഞത്, മറക്കരുതെന്ന്. ഇത്രയും പേര് നമ്മളിവിടെ ഒരുമിച്ച് കൂടി പിരിഞ്ഞു പോകുമ്പോൾ ഈ നാടിന്റെ ഒരു അനുഗ്രഹം, കുഞ്ഞുങ്ങൾ ദീൻ പഠിക്കുന്ന നമ്മുടെ നായകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി പഠിക്കുന്ന ആ സ്ഥാപനം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു മദ്രസ ഭംഗിയാക്കി, ഈ നാടിനൊരു നല്ല മദ്രസ ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ, ഈ പാവപ്പെട്ട നാടില് ഒരു മദ്രസ ഉണ്ടാക്കാൻ നമ്മുടെ ഇന്നത്തെ ഈ ഒരുമിച്ച് കൂടൽ സഹായകമാകണം. അതിനുവേണ്ടി CK സക്കീർ എന്ന സഹോദരൻ 10 പാക്കറ്റ് സിമന്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹുവേ, എന്റെ ആ പ്രിയപ്പെട്ട സഹോദരന്റെ ജീവിതത്തിൽ നീ ബർക്കത്ത് ചെയ്യണമല്ല. ആരും പോകരുത്, നിർത്തുകയാണ്. ഒരുപാട് സമയമായിട്ടില്ല. ഞാൻ വളരെ നേരത്തെ തുടങ്ങിയതുകൊണ്ട് 2-2.5 മണിക്കൂർ 2 മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്കൊരല്പം പ്രസംഗം, ഒരു പ്രയോജനകരം ഇന്നത്തെ രാത്രി പോയി കഴിയുമ്പോൾ എനിക്കും ഒരു തൃപ്തി വേണം, നിങ്ങൾക്കും ഒരു തൃപ്തി വേണം, ഒരു ഗുണം ഉണ്ടായി എന്ന്. അതിന് പറ്റിയ ചില കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടേ പിരിയാവൂ. അതിനു മുമ്പ് ആരും പിരിയരുത്. CK സക്കീർ പിരിയുന്നതിൽ ഉള്ള വിഷമം കൊണ്ടല്ല, പ്രസംഗം അതിന്റെ ഒരു പ്രയോജനത്തിലേക്ക് എത്തിയിട്ട് പിരിഞ്ഞില്ലെങ്കിൽ എന്റെ ഈ രാത്രിയും നിങ്ങളുടെ ഈ രാത്രിയും ഫലപ്രദമാവില്ല, നഷ്ടമായി പോകും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ്. CK സക്കീർ 10 പാക്കറ്റ് സിമന്റ്. അല്ലാഹുവേ, നിന്റെ ദീൻ പഠിക്കുന്ന സ്ഥാപനത്തിന് വേണ്ടി 10 പാക്കറ്റ് സിമന്റ് പറഞ്ഞ ആ സഹോദരന്റെ ജീവിതത്തിൽ നീ ബർക്കത്ത് ചെയ്യണമല്ല, തൊഴിലിൽ ബർക്കത്ത് ചെയ്യണമല്ല, ഈമാനോടെ ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം നീ കൊടുക്കണമല്ല. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. CK സലാം 10 പാക്കറ്റ് സിമന്റ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണമല്ല, ആ സഹോദരന്റെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യണമല്ല. ഞങ്ങളുടെ തെക്കൻ കേരളത്തിലൊക്കെയാണ് പ്രസംഗിക്കുമ്പോൾ നല്ല ദുആ ചെയ്യുമ്പോൾ എല്ലാവരും ഉറക്കെ ആമീൻ പറയും. മലപ്പുറത്തും അങ്ങനെയാണ്, ഞാൻ പ്രസംഗിക്കാറുള്ളപ്പോൾ ആളുകൾ ഉറക്കെ ആമീൻ പറയും. പിന്നെ എന്ത് പറ്റി ഈ പാലക്കാട് വരുമ്പോ ആമീനോട് ഇത്ര ദേഷ്യം എന്താ നിങ്ങൾക്ക്? അല്ലാഹുവേ, ഈ CK സലാം എന്ന സഹോദരന്റെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യണമല്ല, തൊഴിലിൽ ബർക്കത്ത് ചെയ്യണമല്ല, കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണമല്ല. KP ഹനീഫ 10 പാക്കറ്റ് സിമന്റ്. അല്ലാഹുവേ, ആ സഹോദരന്റെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യണമല്ല, തൊഴിലിൽ ബർക്കത്ത് ചെയ്യണമല്ല, കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണമല്ല, കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണമല്ല, ഈമാനോടെ ജീവിച്ചു മരിക്കാനുള്ള ഭാഗ്യം കൊടുക്കണമല്ല. KT സുബൈർ 10 പാക്കറ്റ് സിമന്റ്. അല്ലാഹുവേ, നീ അനുഗ്രഹിക്കണമല്ല, ആ സഹോദരന്റെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യണമല്ല, കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണമല്ല, എല്ലാവിധ അപകടങ്ങളെ തൊട്ടും ആപത്തുകളെ തൊട്ടും കാത്തുരക്ഷിക്കണമല്ല. CT മജീദ് 10 പാക്കറ്റ് സിമന്റ്. അല്ലാഹുവേ, അനുഗ്രഹിക്കണമല്ല, ആ സഹോദരന്റെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യണമല്ല, തൊഴിലിൽ ബർക്കത്ത് ചെയ്യണമല്ല. KT മൊയ്തു സിമന്റ്. അല്ലാഹുവേ, ആ സഹോദരന്റെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യണമല്ല. BM അഷ്റഫ് എന്ന സഹോദരൻ സിമന്റ്. അല്ലാഹുവേ, ആ സഹോദരന്റെ ജീവിതത്തിൽ എല്ലാ ബർക്കത്തും ചെയ്യണമല്ല. KT സലാം എന്ന സഹോദരൻ സിമന്റ്. അല്ലാഹുവേ, ആ സഹോദരന്റെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യണമല്ല, തൊഴിലിൽ ബർക്കത്ത് ചെയ്യണമല്ല, കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണമല്ല, ഈമാനോടെ ജീവിച്ച് മരിപ്പിക്കണമല്ല. ഈ 10 പാക്കറ്റ് സിമന്റുകൾ പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് കുറച്ചുപേര് ഒരല്പം സിമന്റ് പെട്ടെന്ന് എഴുതിയെടുക്കും. അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കെ, പെട്ടെന്ന് എഴുതിയെടുക്കും. അവിടെ ബാക്കിലേക്ക് ആരെങ്കിലും 2-3 പേര് പോ, കുറച്ചു പേര് കുറച്ച് സിമന്റ്, കുറച്ച് കമ്പി, കുറച്ച് കട്ട, ഇത്രയൊക്കെ പറയാൻ എന്റെ സഹോദരങ്ങൾ തയ്യാറാകണം. ആരെങ്കിലും ഒരാൾ ഈ കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഒരു 11 പാക്കറ്റ് സിമന്റ് എന്റെ വകയായിട്ട് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ആരാ പറയുന്നത്? മക്കളെ, ബക്കറ്റിൽ കാശ് വാങ്ങണ്ട മോനെ നിൽക്കുന്നില്ല. മുഹമ്മദ് അലി PDPയുടെ പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് 11 പാക്കറ്റ് സിമന്റ് വാഗ്ദാനം. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ആ പ്രിയപ്പെട്ട അനുജന്റെ ജീവിതത്തിൽ, കച്ചവടത്തിൽ, തൊഴിലിൽ, സാമൂഹ്യ പ്രവർത്തനത്തിൽ എല്ലാറ്റിലും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഈമാനോടെ ജീവിച്ച് മരിപ്പിക്കുമാറാകട്ടെ. ഇനി ആരാ? വേറൊരാള് ഒരു 11 പാക്കറ്റ് സിമന്റ്. കുറച്ചുപേര് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. ഒരു 11 പാക്കറ്റ് സിമന്റ്. രണ്ടാമതൊരാള് ആരാ?
ഒരു 11 പാക്ക് ഇന്നും നാളെയും കൊടുക്കണ്ട. അതിന്റെ പണി തുടങ്ങി അത് പൂർത്തിയായിക്കൊണ്ടിരുന്ന ക്രമത്തില് ഭാരവാഹികൾ വന്ന് ബന്ധപ്പെടും. അപ്പൊ നിങ്ങൾ കൊടുത്താൽ മതി. ഒരു 11 പാക്കറ്റ് സിമന്റ്. ആരാണ്? ഷെരീഫ്. എവിടെ വീട്? ഓങ്ങല്ലൂർ. 11 പാക്കറ്റ് സിമന്റ്. അള്ളാഹുവിന്റെ ആ കൊച്ചാനുജന്റെ സംഭാവന കബൂലാക്കുമാറാകട്ടെ. അവന്റെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. തൊഴിലിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇനി ആരാ? 11 പാക്കറ്റ് സിമന്റ്. പുതിയാപ്പിളല്ലേ? ബഷീർ. 11 പാക്കറ്റ് സിമന്റ്. അള്ളാഹു ബഷീർ എന്ന അനുജന്റെ സംഭാവന സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. തൊഴിലിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. CP അബ്ബാസ് എന്ന സഹോദരൻ മുളയങ്കാവ് 1001 രൂപ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആ സഹോദരന്റെ ജീവിതത്തിൽ എല്ലാ ബർക്കത്തും ചൊരിയുമാറാകട്ടെ. എല്ലാ റഹ്മത്തും ചൊരിയുമാറാകട്ടെ. ഈമാനോടെ ജീവിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്റെ സഹോദരങ്ങളെ എല്ലാവരും പോക്കറ്റിലേക്ക് ഒന്ന് കൈയിടും. എന്നിട്ട് ഒരു 500 രൂപ ഇതിന് തരാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഒരു 500 രൂപ, 100 രൂപ തരാൻ കഴിയുന്നവരുണ്ടെങ്കിൽ 100 രൂപ, 50 രൂപ തരാൻ കഴിയുന്നവരുണ്ടെങ്കിൽ 50 രൂപ. എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾ പോക്കറ്റിലേക്ക് എടുക്കുക. എന്നിട്ട് ഇൻഷാ അല്ലാഹ് തിരക്കുണ്ടാക്കാതെ വന്നിട്ട് ഇങ്ങോട്ട് വന്ന് തന്ന് തിരക്കുണ്ടാക്കരുത്. അങ്ങനെ വന്നിട്ട് തന്നിട്ട് അപ്പുറത്തുകൂടെ നടന്ന് ഒരു ഭാഗത്തുകൂടി വന്ന് ആ സൈഡിൽ കൂടെ വന്ന് അപ്പുറത്തെ സൈഡിൽ കൂടെ അങ്ങ് പോണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞ് പെട്ടെന്ന് നിർത്തുകയാണ് ഞാൻ. മഹാനായ നമ്മുടെ നായകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ